അസ്സലാമു അലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്ക് ഈ പെരുന്നാളിന് ശേഷം വീഡിയോയും കാര്യങ്ങളൊന്നും നല്ലപോലെ ഇടാൻ പറ്റിയിട്ടില്ല. എനിക്ക് കുറച്ച് വർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി ടൈമിൽ അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സിലോനിയും ഒക്കെ പാടായിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നെന്തായാലും ഒരു കുക്കിംഗ് വ്ളോഗ് ഇടാം, ഒരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. വ്ളോഗല്ല, ഒരു റെസിപ്പിയാണ്. ഓക്കെ, ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അതിന് ആവശ്യമുള്ളത്. വേറെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക, ഗ്യാസിൽ വെക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ആദ്യമാക്കി വെക്കണം. എന്നിട്ട് ആ കടായിലേക്ക് ഫസ്റ്റ് ഇടുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്, അല്ലെങ്കിൽ വറ്റൽമുളക് ഇട്ടാലും മതി. ഞാനത് പൊടിച്ച് വെച്ചത് ഓൾറെഡി ഉണ്ടായ കാരണം അത് ചേർത്തു എന്നുള്ളൂ. എരിവ് കുറവും കളർ കൂടുതലും ഉള്ളത് യൂസ് ചെയ്യുക. അതായത് കാശ്മീരിയുടെ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ, പൊടിയല്ലാണ്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എന്നിട്ട് അത് ലോ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നല്ലോണം വറുക്കണം, അത് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ കാശ്മീരി ഇത് കളറില്ലാത്ത കാരണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കളറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതും ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം വറുത്തെടുക്കുക. ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഞാൻ പിന്നെയും എടുത്ത് പറയാണ്, നല്ലോണം ലോ ഫ്ലെയിമിലിടണം. എനിക്ക് അബദ്ധം പറ്റിയ കാരണമാണ് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നത്. അപ്പോൾ നല്ലോണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. നല്ല സ്മെല്ലുണ്ടാവും ഇത് വറുത്തെടുക്കുന്ന സമയത്ത്. നല്ല കുത്തണ സ്മെല്ല് നമുക്ക് വരും. ആ എരിവിൻ്റെയും ഇതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് മതി. ഇത് വറ്റൽമുളക് മാത്രം ചേർക്കുന്നവർക്കും വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ അവർക്ക് പൊടി ഉണ്ടാവില്ല, കുറച്ചും കൂടെ നല്ല പൊടി. ലൈക്ക് ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇതൊന്ന് നല്ലോണം ചുങ്ങൂലേ, വെളിച്ചെണ്ണയിൽ ഇതാക്കുമ്പോൾ നല്ലോണം ചുങ്ങും. അത് ശരിക്ക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കാശ്മീരി ചില്ലി മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം വറുത്തെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പം അതില്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്നില്ല. ഓക്കെ, എന്നിട്ട് നല്ലോണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് കുറച്ച് മല്ലിപ്പൊടി. മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലി ചേർത്താലും മതി. ഇങ്ങനെ പൊടികളല്ലാതെ ഐറ്റംസാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ പോലെ ചില്ലിയാണ്, ചില്ലി ഫ്ലേക്സിന് പകരം ചില്ലിയാണ്, അല്ലെങ്കിൽ മല്ലിയുടെ പകരം മല്ലി പൗഡറിൻ്റെ പകരം മല്ലിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഈ സാധനങ്ങളൊന്നും പൊടിയല്ലാത്തതില്ല, കാരണം ഞാനത് യൂസ് ചെയ്യാത്ത കാരണം, അതില്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ചേർക്കുക. അതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, 2 ടേബിൾ സ്പൂൺ അല്ല 1/4 ടീസ്പൂണ്, അതിന് ശേഷം 2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്, പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളതാണ് കുരുമുളക്. അതൊരു കുറച്ച് ചേർത്താൽ മതി. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. എനിക്ക് ഇവിടെ കാക്കൊന്നും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, കുരുമുളകിൻ്റെ. ഒന്നാമത് എരിവ് വലിയ താല്പര്യമില്ല ഞങ്ങൾക്ക്, അത് കാരണമാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കാത്തത്. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് വറുത്തെടുക്കുക. ഓക്കെ, നന്നായിട്ട് വറുത്തെടുക്കണം. ആ പച്ചമണം നല്ല കുത്ത് വരുന്നുണ്ടായിരുന്നു ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത്. ആ കുത്ത് മാറുന്ന വരെ നല്ലോണം വറുത്തെടുക്കണം. അത് എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ കടായി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം ചൂടായി വരണം. ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കറുവപ്പട്ട, വേണ്ടവർക്ക് ഏലക്ക കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് മാത്രം ഏലക്കട ഇട്ട് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കാരണം ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നില്ല. അതിന് ശേഷം 2 വലിയ സവോള ഇതുപോലെ പൊടിയായി അരിഞ്ഞത്, ചോപ്പറിൽ ഇട്ടിട്ട് അരിയണം. സാധാരണ നമ്മൾ വലിയതായിട്ടാണ് അരിയൽ, പക്ഷേ ഇതിലേക്ക് ഗ്രേവി നമ്മൾ നല്ലോണം വറ്റിച്ചെടുക്കണം. അത് കാരണം നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇത് നല്ലോണം ഗോൾഡൻ കളറാവണ വരെ ഉള്ളി നമ്മൾ ഇളക്കി കൊടുക്കുക. ഗോൾഡൻ കളറാവണ വരെ നല്ലോണം ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നെയും പറയാണ്. ഓക്കെ, അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടേണ്ടവർക്ക് പേസ്റ്റ് ഇടാം, ചതച്ചിടേണ്ടവർക്ക് ചതച്ചിടാം. നല്ലോണം ഫ്ലേവർ ഇഷ്ടമുള്ളവർ
ചതച്ചിടുക, അല്ലാത്തവർ പേസ്റ്റാക്കിയിട്ട് ഇടണം. ഇടുക നമ്മളെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചെയ്യുക. എനിക്ക് നല്ല ഫ്ലേവർ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്ലേവർ ഇഷ്ടമായ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസുകൾ ഇടുക. ഇത് ഞാനിപ്പം ഞങ്ങൾക്ക് ഇഷ്ടമായ കാരണമാണ് ഞാൻ ലെഗ് പീസ് ഇടുന്നത്. ചിക്കൻ്റെ ബോണുള്ള ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ലെഗ് മാത്രം എടുത്തു എന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് അത് നല്ലോണം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് നല്ലോണം ഇതെല്ലാതും കൂടെ കൂട്ടി യോജിപ്പിക്കുക. സോറി, ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, അത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം എല്ലാതും കൂടെ നല്ലോണം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ടേസ്റ്റ് നോക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് ഉപ്പ് കൂട്ടിയിടാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനൊരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം, അതായത് ഇപ്പം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇതും നല്ലോണം കൂട്ടി യോജിപ്പിക്കണം, ആ മസാലകളൊക്കെ അതിൽ പിടിക്കുന്നത് വരെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. പൊടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മല്ലിയും മുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പൊടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതിലും പൊടി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാതെ ഇട്ടത് കാരണമാണ് എനിക്ക് ഇത്ര കുറച്ച് വന്നത്. ബട്ട് അത് ആയി വന്നപ്പോൾ എനിക്ക് ആ മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം, ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. എനിക്ക് കറിവേപ്പിലയുടെ സ്മെല്ല് ഇഷ്ടമാണ്, അതുകൊണ്ട് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, നല്ലോണം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്യണം. അത് ആ മസാല കയ്യിലേക്ക് പിടിക്കുന്ന വരെ യോജിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല ഡ്രൈ ആവും, നല്ല ഹാർഡായി വരും. ഓക്കെ, സോറി, ഡ്രൈ ആവുന്നല്ല, നല്ല ഹാർഡായി വരും. അപ്പോൾ നമ്മൾ പകരം ചൂട് വെള്ളമാണ്, അതായത് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഇനി മൂടി വെച്ച് ഒരു 4 or 5 minutes നമുക്ക് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 4 or 5 minutes കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഞാൻ ഇന്ന് മറന്നു പോയതാണ്, ക്യാപ്സിക്കം വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഞാൻ ക്യാപ്സിക്കം ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ടാവും. ബിക്കോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന മുളക് അത്യാവശ്യം എരിവുള്ളതായിരുന്നു, ആ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് നല്ല എരിവ് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ എനിക്ക് എരിവ് തീരെ പറ്റൂല, അത് കാരണമാണ് ഞാൻ ഇത്ര തോനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഇതിൽ ഗ്രേവി കുറവായിരിക്കും, നല്ല നമ്മൾ വേണ്ടവർക്ക് നമുക്ക് ഇതാക്കാം. ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയത്, എന്നിട്ട് ഞാനത് വറ്റിച്ച് എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നല്ല ടേസ്റ്റി, നല്ല ജ്യൂസിയാണ് സാധനം. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ജ്യൂസി പോലെ ആയിരിക്കും ഇത് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ നമ്മൾ എന്തുണ്ടാക്കും നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി മല്ലിയില നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം മല്ലിപ്പൊടി ആകുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ബട്ട് എൻ്റെ ഫ്രണ്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവൾ പറഞ്ഞു നമ്മളുടെ അടുത്ത് ഇല്ലാത്ത കാരണം ഇങ്ങനെയാണ് ട്രൈ ചെയ്തതെന്ന്. ഓക്കെ, ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, ഞാനിപ്പം 2-3-4 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അത്രയും അടിപൊളിയായി തോന്നിയ കാരണമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ കുറച്ച് ലോങ് ആണെന്നറിയാം. ഇൻഷാ അല്ലാ ഞാൻ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. കാരണം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്, അതാണ് കുക്കിങ്ങിൻ്റെ ഒരു നിങ്ങൾക്ക് റെസിപ്പി ട്രൈ ചെയ്തിട്ട് പറഞ്ഞു തരുന്നത്, അതുകൊണ്ടാണ് ഇത്ര ലോങ് ആയത്. അപ്പോൾ ഇതാണ് നമ്മൾ ടേസ്റ്റിയാണ്, ഇങ്ങനെ കാണുന്ന പോലെയല്ല, ടേസ്റ്റിയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും ഗൈസ്.